ഇന്ന് ദേ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഈ കാണുന്ന ട്രേകളിലാണ്. ഇതിൽ ആദ്യം കാണുന്ന ആ ചെടി കിടക്കുന്ന ട്രേയിൽ കിടക്കുന്നത് കൂലിലോച്ച് മത്സ്യങ്ങളാണ്. പിന്നെ ബാക്കിയുള്ള ട്രേകളിൽ കിടക്കുന്നത് നടുവിലത്തെ 2 ട്രേകളിൽ കിടക്കുന്നത് നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങളാണ്. ഈ കാണുന്ന 2 ട്രേകളിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും ഇവരുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആദ്യത്തെ ട്രേയിലെ വാട്ടർ ചേഞ്ച് ആണ്. അപ്പോൾ ഇതിൽ കിടക്കുന്നത് കൂലിലോച്ച് മത്സ്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. ഇവരുടെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ മീനിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. ഇനി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരാം. വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് 6 കൂലി ലോച്ചുകളാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ അക്വേറിയത്തിൽ നിന്ന് പിടിച്ച കുറച്ച് പ്ലാറ്റുകൾ എനിക്ക് ഒരു 4 5 ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുവന്ന് ഇട്ടതാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇതിനകത്ത് ഒരുമിച്ചാണ് കിടക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ചെടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സാൽവീനിയ ചെടി നമ്മൾ ഇതിനകത്ത് ഫ്ലോട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ കൂലി ലോച്ചുകൾ നൊക്ടേണലാണ്, അതായത് ഇവർ കൂടുതലും രാത്രി ഇറങ്ങി ഫുഡ് തപ്പുന്ന മീനുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷെയ്ഡിന് വേണ്ടിയിട്ട് ഈ ചെടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ PVC പൈപ്പുകൾ നിങ്ങൾക്ക് കാണാം. അവർക്ക് ഇതേപോലെ എന്തെങ്കിലും PVC പൈപ്പ് പോലെ ഹൈഡിങ് സ്പോട്ടുകൾ കൊടുക്കേണ്ട മീനുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ PVC പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെടി ഷെയ്ഡായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുറേ അഴുക്ക് പോലെ സംഭവങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് ചെടിയുടെ വേസ്റ്റൊക്കെ കൂടുതലും, പിന്നെ ഇവരുടെ വേസ്റ്റും ഉണ്ട്, മീനുകളുടെ വേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെടി കാര്യങ്ങളൊക്കെ ആദ്യം എടുത്ത് മാറ്റണം. എന്നിട്ട് PVC പൈപ്പ് എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ മീനുകളെ കാണിച്ചു തരാം. പിന്നെ ഇവരെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചെറിയ കണ്ടെയ്നറിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ വാട്ടർ ചേഞ്ചിനൊക്കെ വരുന്ന സമയത്ത് ടാപ്പ് തുറക്കുമ്പോൾ നല്ല ചൂട് വെള്ളമാണ് വരുന്നത്. അതുകൊണ്ട് കുറേ നേരം നമുക്ക് കുറച്ച് നേരം ഈ വെള്ളം പുറത്തേക്ക് ഇതുപോലെ കളയേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. കാരണം നമുക്ക് ചൂട് വെള്ളം ഒഴിച്ച് വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ വാട്ടർ ചേഞ്ച് ചെയ്യാനോ പറ്റില്ല. മഴ പെയ്തതുകൊണ്ട് ആ ഒരു പ്രശ്നം ഒഴിവായിട്ടുണ്ട്. അപ്പോൾ ടാപ്പിൽ കൂടെയൊക്കെ തണുത്ത വെള്ളം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് നമ്മുടെ PVC പൈപ്പുകൾ, ഹൈഡിങ് സ്പോട്ട് കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെടികളെടുത്ത് ഒരു കപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ കാണുന്നതാണ് കൂലി ലോച്ച് എന്ന് പറഞ്ഞ മീൻ. ഈ പാമ്പിൻ്റെ പോലെ ഒരു ഷേപ്പുള്ളൊരു മീനാണ്. ചെറിയ മീനാണ്, അധികം വല്ലാതെ എനിക്ക് തോന്നുന്നു ഒരു 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ സൈസ് വരുന്ന മീനുകളാണ്. ഇത് ചെറിയ അക്വേറിയങ്ങളിലൊക്കെ പ്ലാന്റഡ് അക്വേറിയങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റിയൊരു മീനാണ്. ഇതിൻ്റെ ഡിസൈൻ നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഒരു ബ്രൗൺ കളറിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഗോൾഡൻ വരകളാണ് വരുന്നത്. ശരിക്കും ഒരു ടൈഗറിൻ്റെയൊക്കെ ഒരു ഡിസൈൻ വരുന്നൊരു മീനാണ്. അപ്പോൾ നമ്മളിത് 2 എണ്ണത്തിനെയും പിടിച്ച് മാറ്റിയിട്ടുണ്ട്. 2 എണ്ണം ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പ്ലാറ്റുകളെയും ഈ ഒരു കൂലി ലോച്ചുകളെയാണ്. ഇതാണ് കൂലി ലോച്ച് മത്സ്യങ്ങൾ. തൊട്ടപ്പുറത്ത് നമ്മൾ ബാക്കി അതിനകത്ത് കിടന്നിരുന്ന പ്ലാറ്റുകളെയാണ് ഇട്ടിട്ടുള്ളത്. കണ്ടില്ലേ, നമ്മൾ ആദ്യം വാങ്ങിയത് ഒരു 8 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. അത് പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ ഇൻഡോർ കുറച്ച് നാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ചത്തു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഔട്ട്ഡോർ മാറ്റിയപ്പോൾ ഒരെണ്ണം ചത്തു പോയിട്ടുണ്ടായിരുന്നു. ഇതങ്ങനെ പെട്ടെന്ന് ചത്തു പോകുന്നൊരു മീനല്ല. എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ്. ഇതിപ്പോൾ കുറേ നാളായി നമ്മുടെ കയ്യിൽ ഈ 6 എണ്ണത്തിൽ നിന്ന് പിന്നെ ഒന്നും ചത്തു പോയിട്ടില്ല. ഇവർ അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള മീനാണ്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റഡ് അക്വേറിയങ്ങളിലൊക്കെ മറ്റ് മീനുകളുടെ കൂടെ, അധികം അഗ്രസീവ് അല്ലാത്ത മീനുകളുടെ കൂടെയൊക്കെ ഇടാൻ പറ്റിയൊരു മീനാണ്. ഇവർ അടിയിൽ നടക്കുന്ന മീനുകളാണ്, സക്കർ കാറ്റ് ഫിഷിൻ്റെ ഒക്കെ പോലെ. ഇവർ മണലൊക്കെ ഇങ്ങനെ തുരന്ന് പോകുന്ന മീനുകളാണ്, മണലിൻ്റെ ഉള്ളിലൊക്കെ പോയി കിടക്കുന്ന മീനുകളാണ്. പിന്നെ സ്കാവഞ്ചേഴ്സാണ്. വേസ്റ്റ് ആയിട്ടുള്ള ഫുഡുകൾ, മറ്റ് മീനുകളെ കഴിച്ചിട്ട് വേസ്റ്റ് ആയി എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവർ കഴിച്ചോളും. അതായത് സ്കാവഞ്ചേഴ്സാണ്. പിന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഫുഡുകളാണ് ഇവർക്ക് കൊടുക്കാനായിട്ട്. അതായത് ടാബ്ലറ്റോ അല്ലെങ്കിൽ സിങ്കിങ് പെല്ലറ്റ്സ്, പിന്നെ നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകൾ ഇവർ കഴിക്കും. ഇവർ ഓംനിവോറസ് ആണ്, വെജ് നോൺ വെജൊക്കെ കഴിക്കും. ആൽഗയൊക്കെ നന്നായിട്ട് കഴിക്കും ഇവർ. ടാബ്ലറ്റ് പോലത്തെ സംഭവങ്ങൾ, അതുപോലെ തന്നെ ബ്രൈൻ ഷ്രിമ്പ്, നമ്മുടെ ആർട്ടീമിയ, അതുപോലെ ബ്ലഡ് വേംസ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവർ കഴിക്കും. വെള്ളത്തിൽ താഴ്ന്ന് കിടക്കുന്ന ഫുഡ് വേണം കൊടുക്കാനായിട്ട്. പിന്നെ ഹൈഡിങ് സ്പോട്ടുകൾ മസ്റ്റാണ്. നല്ല രീതിയിൽ പ്ലാന്റഡ് ആയിട്ടുള്ള അക്വേറിയങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇവർ അടിപൊളിയായിട്ട് തന്നെ അതിനകത്ത് നടക്കും. പിന്നെ ഇവരെ ഗ്രൂപ്പായിട്ട് വേണം ഈ കൂലി ലോച്ച് മത്സ്യങ്ങളെ നമ്മൾ വാങ്ങാനായിട്ട്. അതായത് മിനിമം ഒരു 6 എണ്ണത്തിനൊക്കെ വേണം വാങ്ങാൻ. അതിന് 1 2 ഒക്കെ ആയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. നമ്മൾ ഒരു 6 എണ്ണത്തിൻ്റെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അവർ ഗ്രൂപ്പായിട്ട് നടക്കുന്നത് കാണാം. അക്വേറിയത്തിനകത്ത് നല്ല ആക്റ്റീവായിട്ട് ചെടികളുടെ മുകളിൽ, ഇലയുടെ മുകളിലൊക്കെ ഇവർ ചെന്ന് കിടക്കുന്നത് കാണാം. കൂലി ലോച്ച് എന്നാണ് ഇതിൻ്റെ പേരെന്ന് ഞാൻ പറഞ്ഞു. പാൻജിയോ കൂലി എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. ലെപ്പേർഡ് കൂലി ലോച്ച് എന്ന് വിളിക്കാറുണ്ട്. കാരണം ലെപ്പേർഡിൻ്റെയൊക്കെ പോലത്തെ ഒരു ഡിസൈൻ ഉള്ളത് കൊണ്ടാണ്. പുള്ളിപ്പുലിയുടെ പോലത്തെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ടൈഗറിൻ്റെയൊക്കെ ഒരു ഡിസൈൻ വരുന്ന ആ ഒരു പാറ്റേൺ ഇവരുടെ ശരീരത്തിലുള്ളത് കൊണ്ടാണ് ലെപ്പേർഡ് കൂലി ലോച്ച് എന്ന് കൂടിയും പറയുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, ഇത്തരം രാജ്യങ്ങളിലാണ് ഇവരുടെ ഒറിജിനായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇവരുടെ ആയുസ് എന്ന് പറയുന്നത് 7 മുതൽ 10 വർഷം വരെയാണ്. ഏകദേശം 4 ഇഞ്ച് വരെ ഇവർ സൈസ് വയ്ക്കാറുണ്ട്. ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 24 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതുപോലെ തന്നെ pH റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 5.5 മുതൽ 7 വരെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്വേറിയത്തിലൊക്കെയാണ് ഇവരെ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ലൈറ്റ് വല്ലാതെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവർ നൊക്ടേണൽ ആണെന്ന് ഞാൻ പറഞ്ഞു. ലൈറ്റ് ഇവർക്ക് അധികം ഇഷ്ടമില്ല. അപ്പോൾ ലോ ലൈറ്റ് കൊടുത്താൽ മതി.
പിന്നെ അക്വേറിയത്തിന് ലിഡ് മസ്റ്റാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇവർ ചാടാറുണ്ട്, ഇഴഞ്ഞ് കയറാറൊക്കെ ഉണ്ട്. ഈ മീനുകൾ അക്വേറിയത്തിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഫിൽറ്ററിൻ്റെ മുകളിലൊക്കെ ഇഴഞ്ഞ് കയറിയിരിക്കുന്നത് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അക്വേറിയം പോലുള്ള സംഭവങ്ങൾക്കൊക്കെ ലിഡ് മസ്റ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ ഇവർ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മീനുകളാണ്. യാതൊരു രീതിയിൽ അഗ്രസീവ്, അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രഷനോ അതുപോലെ തന്നെ മറ്റ് മീനുകളെ ഏതെങ്കിലും രീതിയിൽ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യാതെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മീനുകളാണ്. നമ്മുടെ നാട്ടിലെ പെറ്റ് ഷോപ്പുകളിലൊക്കെ അല്ലെങ്കിൽ അക്വേറിയം ഷോപ്പുകളിലൊക്കെ ഇത് ധാരാളമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇവരെ ഞാൻ വാങ്ങിയത് പെയറിന് 80 രൂപയ്ക്കാണ്. നമ്മളിവരെ എണ്ണത്തിൽ കൂടുതൽ വാങ്ങിയത് നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടാണ്. ഇവർ സോഷ്യലൈസ് ചെയ്യുന്ന മീനുകളാണ്. ഗ്രൂപ്പായിട്ട് നടക്കുമ്പോഴാണ് ഇവർ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വാട്ടർ ചേഞ്ചൊക്കെ ചെയ്ത് ട്രേക്കകത്ത് PVC കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരെ തിരിച്ച് അതിലേക്ക് കൊണ്ടുവിടാം. ഞാൻ ഒന്നുകൂടിയും ക്ലോസപ്പ് ആയിട്ട് കാണിക്കാം. കണ്ടില്ല, ഭയങ്കര ഫാസ്റ്റായിട്ട് നീന്തുന്ന മീനുകളാണ്. നമുക്ക് പെട്ടെന്നൊന്നും ഇവരെ നെറ്റ് ഉപയോഗിച്ച് പിടിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ നെറ്റ് ഉപയോഗിച്ചല്ല ഇവരെ പിടിച്ചത്. നെറ്റിലൊന്നും പെട്ടെന്ന് കയറുന്ന മീനുകളല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് പിടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ ട്രേയോട് കൂടിയിട്ട് ഞാൻ നെറ്റിനകത്തേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇതിനെ കാണാം. നിങ്ങൾ ഓൾറെഡി കണ്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ഡിസൈനാണ്, അടിപൊളി ഡിസൈനാണ്. അക്വേറിയങ്ങളിലൊക്കെ അത്യാവശ്യം ബെസ്റ്റായിട്ട്, വലിയ അക്വേറിയം ഒന്നും ഇവരെ ഇടാൻ വേണ്ടി സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സാമാന്യം വലുപ്പമുള്ള ഒരു മീഡിയം സൈസ് അക്വേറിയത്തിലൊക്കെ അടിപൊളിയായിട്ട് പ്ലാന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഗ്രാവലോ അല്ലെങ്കിൽ സാൻഡോ ഒക്കെ ഇട്ടതിന് ശേഷം ഇവരെ അതിനകത്ത് വളർത്താവുന്നതാണ് ഈസി ആയിട്ട്. ചെറിയ മീനുകളായതുകൊണ്ട് തന്നെ ഇവർ വലുപ്പം വെച്ച് പിന്നീട് വേറെ സ്പേസിലേക്ക് മാറ്റേണ്ടി വരും എന്നുള്ള അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ഇവർ ഈ ഒരു സൈസൊക്കെ തന്നെയാണ് വെക്കുന്നത്. കണ്ടേ, നമ്മൾ ഇട്ടപ്പോൾ തന്നെ അവരെല്ലാവരും PVCയുടെ അകത്തേക്ക് കയറി. അവർ ഇതേപോലെ എന്തെങ്കിലും ഒരു ഹൈഡിങ് സ്പോട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് പോയിരിക്കും. അക്വേറിയങ്ങളിലകത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യം ശരിക്കും ഇല്ല. നമ്മൾ നല്ല തിക്കായിട്ടൊക്കെ നല്ല രീതിയിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി. പ്ലാന്റ്സിൻ്റെ അടിയിലും ഇലകളുടെ അടിയിലൊക്കെ പോയിട്ട് ഇവർ ഇരുന്നോളും. അപ്പോൾ ഈ കാണുന്ന ട്രേകളിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് നമ്മൾ എയറേഷൻ, ഫിൽട്രേഷൻ ഇതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ വാട്ടർ ചേഞ്ച് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇൻഡോർ അക്വേറിയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എയറേഷനും ഫിൽട്രേഷനും മസ്റ്റായിട്ട് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ ഉള്ള പോലെ നാച്ചുറലായിട്ടുള്ള ഫിൽട്രേഷനും കാര്യങ്ങളൊന്നും ഈ ഒരു ഇൻഡോർ അക്വേറിയങ്ങളിലൊന്നും നടക്കില്ല. കാരണം ഇവിടെ കണ്ടില്ലേ, സൺലൈറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നതുകൊണ്ട് ആ ട്രേക്കകത്തൊക്കെ നിങ്ങൾ ആൽഗെ കാര്യങ്ങളൊക്കെ കണ്ടു കാണും. അപ്പോൾ അതുപോലെ ആൽഗെ ഫോർമേഷനൊന്നും നമുക്ക് അക്വേറിയങ്ങളിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അക്വേറിയങ്ങളിൽ ആൽഗെ വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അക്വേറിയത്തിൻ്റെ ചില്ല് കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എയറേഷൻ, ഫിൽട്രേഷനൊക്കെ മസ്റ്റായിട്ട് അക്വേറിയങ്ങളിൽ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ പ്ലാറ്റുകളെയും ഇതിലേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഈ കൂലി ലോച്ചുകളൊന്നും അധികം ആരും വാങ്ങി വളർത്തുന്നത് നമ്മളധികം കണ്ടിട്ടില്ല. എന്നാൽ ഇതിനെ അറിയാവുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മുമ്പൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് നമുക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഇതിനെക്കുറിച്ച് വളർത്തുന്ന ആൾക്കാരുടെയൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നവർ തീർച്ചയായിട്ടും ഇതിനെ വളർത്തുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അധികം ആൾക്കാരൊന്നും ഇത്തരം മീനുകളെ വാങ്ങി വളർത്താറില്ല. കാരണം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം. വളരെ സിമ്പിളാണ് സത്യം പറയുകയാണെങ്കിൽ കൂലി ലോച്ചുകളെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇവർ നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കും. നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇവർ രാവിലെ നമ്മൾ ഇൻഡോർ വെച്ചിരുന്ന സമയത്ത് രാവിലെ തന്നെ കഴിക്കുമായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ തീറ്റ ഇട്ട് കൊടുത്ത് പോവുകയാണ് പതിവ്. അപ്പോൾ ഇവർ ചിലപ്പോൾ ഡേ ടൈമിൽ കഴിക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ശ്രദ്ധിക്കാറില്ല. നൈറ്റ് ടൈമിൽ തീർച്ചയായിട്ടും ഇവരൊന്ന് കഴിക്കും. അപ്പോൾ ഇനി അവസാനമായിട്ട് നമുക്ക് ഈ ഒരു ചെടികൾ തിരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മുടെ സാൽവീനിയ എന്ന് പറഞ്ഞ ചെടിയാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പാടങ്ങളിലും കുളങ്ങളിലൊക്കെ ധാരാളമായിട്ട് കിടക്കുന്ന ഒരു ചെടിയാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ചെടിയാണ്. എന്നാൽ നല്ല യൂസ്ഫുള്ളും ആണ്. നന്നായിട്ട് സർവൈവ് ചെയ്യുന്നൊരു ചെടിയാണ്. അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ മീനിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വെള്ളത്തിലുണ്ടായാൽ നല്ല രീതിയിൽ പടർന്നു കയറുന്ന ചെടിയാണ്. പിന്നെ ഈ ചെടി തന്നെ നല്ല രീതിയിൽ നമ്മുടെ ജയൻറ്റ് ഗൗരാമികളും അതുപോലെ തന്നെ ക്രേ ഫിഷുകളും കഴിക്കും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇത്ര ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ചെടി നമ്മൾ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. അത് ഈ പറഞ്ഞ പോലെ മീനുകൾക്കും ഫീഡ് ചെയ്യാം. അതുപോലെ ഹൈഡിങ് സ്പോട്ടുകൾ ഇതേപോലെ ഷെയ്ഡ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ബ്രീഡിങ് ടൈമുകൾ, ഇപ്പോൾ ഗൗരാമീനൊക്കെ ബ്രീഡ് ചെയ്യിക്കുന്ന സമയത്ത് അവർ ആ ബ്രീഡിങ് ഇതിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു സ്റ്റേജാണ്. ഈ ചെടികളൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അവർ ബ്രീഡാകും. അവർക്ക് അത്തരത്തിലുള്ളൊരു ആംബിയൻസ് ആണ് വേണ്ടത്. നമുക്കറിയാം ഗൗരാമികൾക്കൊക്കെ ബ്രീഡ് ചെയ്യാനായിട്ട് ഈ ഒരു നമ്മുടെ തെർമോക്കോളിൻ്റെ പീസൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ ചെടികൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര കംഫർട്ടബിളാണ് ബ്രീഡിങ്ങിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ പല ആവശ്യങ്ങൾക്കും ഈ ഒരു ചെടി യൂസ്ഫുള്ളായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ചെടി നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വന്നതുകൊണ്ടാണ് പുതിയൊരു ടാങ്ക് നമ്മൾ ഈ ഒരു ചെടിക്ക് മാത്രമായിട്ട് സെറ്റ് ചെയ്യാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ പുലിവാകളുടെ ടാങ്കിൽ എങ്ങനെയാണോ അസോള വളർത്തുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു ചെടിയും സെപ്പറേറ്റ് ടാങ്കിൽ വളർത്താമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള ട്രേകളിലുള്ള നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് തന്നെ നമ്മൾ വാട്ടർ ചേഞ്ചൊക്കെ അവരുടെ ചെയ്യുന്നുണ്ട്, പക്ഷേ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. നമ്മുടെ അക്വേറിയത്തിൽ എടുക്കുന്ന ഒരു പേര് ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങളാണ്. നമ്മൾ അക്വേറിയത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഈ ട്രേകളിൽ ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.